ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഉച്ചക്കത്തെ കറികളാണ്. അപ്പോൾ ഈ കറികളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചോറ് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ ചട്ടിയിൽ ഇട്ടേക്കുന്നുണ്ട്, അതൊന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ മീൻ ഞാൻ വെട്ടിയെടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് ഒരല്പം വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ വെട്ടിയെടുത്ത മീൻ അതിലേക്ക് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ചോറ് ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതൊന്ന് 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാടങ്ങ് ഗോൾഡൻ കളറൊന്നും ആവണ്ട തേങ്ങ, ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇത്രയും ചേർത്തതിന് ശേഷം ഒന്ന് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. കറി വെക്കാനായിട്ട് ഞാനിവിടെ 3-4 വെണ്ടയ്ക്ക വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പച്ചമുളകും വെണ്ടയ്ക്കയും സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പെല്ലാം മാറി വെണ്ടയ്ക്ക ഒരു പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിക്കാം. അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി വറുത്ത് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ തോരൻ വെക്കാനായിട്ട് 2 പാവയ്ക്ക, 1 ക്യാരറ്റ്, 1 സവാള ഇത്ര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിഞ്ഞെടുത്ത് തോരൻ വെക്കാനായിട്ട് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഞാനതിലേക്ക് ക്യാരറ്റും പാവയ്ക്കയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ അരപ്പിന് തയ്യാറാക്കാനായിട്ട് ഒരല്പം തേങ്ങയും, 1 പച്ചമുളക്, അല്പം മഞ്ഞൾപ്പൊടി, 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തോരൻ വെക്കുമ്പോഴേ ഇതേപോലെ ക്യാരറ്റ് പാവയ്ക്കയുടെ ഒപ്പം നമ്മൾ ചേർത്ത് തോരൻ വെക്കുകയാണെങ്കിൽ അതിൻ്റെ കയ്പ്പ് ഒന്നും അധികം നമുക്ക് അനുഭവപ്പെടത്തില്ല. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ പാവയ്ക്ക ഇഷ്ടമല്ലാത്തവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സിമ്പിൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി മീനും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരും നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.